ഹായ് ഹലോ എല്ലാ മക്കൾക്കും ഫിറ്റ് മിസ്റ്ററി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ മലയാളം മീഡിയം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. മലയാളം മീഡിയം ആവശ്യമുള്ള കുട്ടികൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മിഡീവൽ ഇന്ത്യ. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ് 2 പിക്ചറാണല്ലേ കാണാൻ സാധിക്കുന്നത്. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദം. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ആർ ദ ഹിസ്റ്റോറിക്കൽ റിലിക്സ് ഓഫ് 2 കിങ്ഡംസ് ദാറ്റ് റൂൾഡ് മിഡീവൽ ഇന്ത്യ. എന്താണ് മധ്യകാല ഇന്ത്യ ഭരിച്ചിരുന്ന 2 രാജ്യങ്ങളുടെ ചരിത്രാവശിഷ്ടങ്ങളാണ് ഇവ. ദ ഫസ്റ്റ് ഫിഗർ ഈസ് ദ റെഡ് ഫോർട്ട്. ആദ്യത്തത് എന്താണ്? റെഡ് ഫോർട്ട് ആണ്, അതായത് ചെങ്കോട്ട. ദ സെക്കൻഡ് ഈസ് ദ ഫിഗർ ഓഫ് ഹംപി. രണ്ടാമത്തത് ഹംപിയുടെ രൂപമാണ്. ഇനി നമുക്ക് റെഡ് ഫോർട്ട് എന്താണ്, അതുപോലെ തന്നെ ഹംപി എന്താണെന്ന് നോക്കാം. റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ റെഡ് ഫോർട്ട് built in Delhi during the reign of Mughal Emperor Shah Jahan in 1648. It is situated on the banks of river Yamuna. It is also known as Lal Killa. Indo-Persian architecture. Red Fort was declared as the World Heritage Center by UNESCO in 2007. Our Prime Minister hoisted the national flag here on Independence Day. എന്താണ് 1648 മുഗൾ രാജാവായിരുന്ന ഷാജഹാന്റെ കാലത്ത് നിർമ്മിച്ച ചെങ്കോട്ടയാണ് ഇത്. ഇത് യമുന നദിയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താണ്? ലാൽ കൈല എന്ന പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ വാസ്തു ആരാണ്? ഇന്തോ പേർഷ്യൻ ആണ്. അതുപോലെ തന്നെ ഇത് 2007 ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് പ്രൈം മിനിസ്റ്റർ ഇവിടെയാണ് നാഷണൽ ഫ്ലാഗ് എന്ത് ചെയ്യുന്നത്, പതാക ഉയർത്തുന്നത്. ഇതൊക്കെയാണ് റെഡ് ഫോർട്ടിനെ കുറിച്ചുള്ളത്. നമുക്കിനി ഹംപി എന്താണെന്ന് നോക്കാം. ഹംപി the capital of the Vijayanagara that existed in South India during the same period. It is situated on the bank of river Tungabhadra. Built in Dravidian sculpture, Hampi was declared as the World Heritage Center by UNESCO. ഇതേ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അന്തർനിർമ്മിത ദ്രാവിഡ ശില്പമാണ്. ഹംപിയെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526? ആൻസർ ബാബർ. ആരാണ് 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത്? ആരാണ്? ബാബറാണ്. നെക്സ്റ്റ്. നെയിം ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ്. മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ഭരണാധികാരികളുടെ പേരാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കൊന്ന് പഠിക്കണം കേട്ടോ. ആരൊക്കെയാണ്? ബാബർ, ഹുമയൂൺ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇവരുടെയൊക്കെ ആ ഒരു ഭരണത്തിന്റെ കാലം, ആ ഒരു പീരീഡ് ഏതൊക്കെയാണെന്ന് കൂടി ആ ഇയർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. Next question. Find and list out the existing countries where the Mughals had extended their rule. ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. അപ്പോൾ നിങ്ങൾക്കിത് ആ ഒരു ഇന്ത്യയുടെ ഒരു മാപ്പിൽ നോക്കിയിട്ട് കണ്ടെത്താം കേട്ടോ. കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാം. ആൻസർ ഇതാണ്: അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. Which war led to the establishment of the Mughal Empire in India? Answer: First Battle of Panipat. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്. ഇനി ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്താണെന്ന് നോക്കാം. In 1526, Ibrahim Lodi, and last ruler of the Lodi dynasty, and Babur, the ruler of Kabul, fought at Panipat in Haryana. This battle is referred as the First Battle of Panipat. Babur laid the foundation of the Mughal rule in India through this victory. അതായത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മുഗൾ റൂളർ അക്ബർ ഫ്രം ദ ഒബിച്വറി റിട്ടൺ ബൈ ദ ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക് after the death of Emperor
അക്ബർ. അതായത് അക്ബർ ചക്രവർത്തിയുടെ മരണശേഷം ജസ്യൂട്ട് പാതിരി പിയറി ജാറിക് എഴുതിയ അനുശോചനക്കുറിപ്പില് മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു. ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിതൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റസ്, ഫാമിലിയർ അൺഫാമിലിയർ. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പാക്കി. പിന്നെയോ, ഹി കൺസിഡേർഡ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അലൈക്ക്. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യമായി പരിഗണിച്ചു. ലാസ്റ്റ് പോയിന്റ്, ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് മേഴ്സി. എന്താണ്? കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറി. വാട്ട് വാസ് അക്ബർസ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന? അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? In 1575, Akbar built Ibadat Khana in his new capital, Fatehpur Sikri. Scholars and dignitaries of various religions used to gather here. These discussions speak volumes about Akbar's policy of religious tolerance. എന്താണ്? 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരം ചർച്ചകൾ. ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻസ്, അക്ബർ ക്രിയേറ്റഡ് ഡാഷ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ സംയോജിപ്പിച്ച് അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ഏത്? ദിൻ ഇ ഇലാഹി. The core of the vision of Din-e-Ilahi is peace to all. എന്താണ്? Din-e-Ilahiയുടെ ദർശനത്തിന്റെ കാതൽ എന്താണ്? പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം എന്നുള്ളതാണ് Din-e-Ilahiയുടെ ആ ഒരു എന്താണ് കാതൽ, അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എല്ലാവർക്കും സമാധാനം എന്നുള്ളതാണ്. Who abolished the religious tax called jizya? എന്താണ്? Answer, Akbar. Who were prominent among those who held high positions in the royal court of Emperor Akbar? Answer, Raja Todarmal, Raja Mansin, Raja Bhagavan Das and Birbal. Write a note on Mansabdari system of the Mughals. മുഗളന്മാരുടെ മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ചൊരു നോട്ട് എഴുതാനാണ്. During the Mughal period, a strong army was needed to expand the kingdom as well as to maintain the expanded kingdom. Mansabdari was the military system implemented by Akbar for this purpose. According to this system, each officer had a regiment and under him. The title Mansab refers to the number of cavalry each officer is required to maintain. The rank of the Mansab was determined by the number of soldiers to be maintained. This system was implemented as an alternative to maintain army paying directly from the state exchequer. Mansabdars were allotted land according to their ranks. The Mansabdar maintained his army by collecting tax from land allotted to them. Write a note on the Mughal administration. മുഗൾ ഭരണത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വാസ് ഡ്യൂറിങ് അക്ബേഴ്സ് regime in Mughal rule that an administrative order structure was effectively formed. During the Mughal rule, the country was divided into provinces called Suba for proper administration. Suba was again divided into Sarkar, and the Sarkar were split into a group of villages called Parganas. The emperor was the sovereign authority of the country, the commander-in-chief, the lawmaker, and the supreme judge. During the Mughal period, there were no separate courts for the administration of justice as today. Instead, local religious scholar Qazi investigated and adjudicated disputes. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. Ministers and heads of the departments were appointed to advise the king on administrative matters. Look at the pyramid given below.
വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മുഗൾ റൂൾ ഫ്രം ദിസ്? താഴെ കൊടുത്തിരിക്കുന്ന പിരമിഡ് കണ്ടല്ലോ, അതിൽ നിന്ന് മുഗൾ ഭരണകാലത്തെ ഭരണരീതിയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിൽ തന്നിട്ടുണ്ട് അല്ലേ? ആൻസർ: ഡ്യൂറിങ് ദ മുഗൾ റൂൾ ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു പ്രൊവിൻസസ് കോൾഡ് സുബ ഫോർ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ. സുബ വാസ് അഗൈൻ ഡിവൈഡഡ് ഇൻറ്റു സർക്കാർ ആൻഡ് ദ സർക്കാർ were split into a group of villages called parganas. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എ നോട്ട് ഓൺ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരിയഡ്. എന്താണ് മുഗൾ ഭരണകാലത്തെ ആ ഒരു കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് സ്ട്രാറ്റസ്. The common man was at the bottom of society with the king at the top. Standard of living of the people depended on wages and income. Most of the people were farmers. Caste system existed among them. Each caste had its own customs and rituals. There existed wide differences in the way of life, food habits, clothing of people from place to place. Rice, wheat, barley, sugarcane, cotton, and oilseeds were the major agriculture products of that time. The use of technology and new tools enriched the agricultural sector during the Mughal period. The Persian wheel and canals were widely used for irrigation, which was the gateway of foreign goods during Mughal period. Answer: Gujarat. Find out the countries in which these Mughal cities are located now. മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ധാക്ക ബംഗ്ലാദേശ്, മുർഷിദാബാദ് ഇന്ത്യ, ലാഹോർ പാകിസ്ഥാൻ, സൂറത്ത് ഇന്ത്യ, ആഗ്ര ഇന്ത്യ. നെക്സ്റ്റ്, ഹു ഈസ് ദ ഓഥർ ഓഫ് ബുക്സ് ഐൻ ഐ അക്ബറി ആൻഡ് അക്ബർ നാമ? ആൻസർ: അബുൽ ഫസൽ. Who translated Mahabharata into Persian during the Mughal era? മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരത ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ദാരാ ഷുക്കോ, ദ സൺ ഓഫ് ദ മുഗൾ റൂളർ ഷാജഹാൻ ചക്രവർത്തിയുടെ മകനാണ്. Give examples for the fusion of Indian architectural style with the Persian style brought here by the Mughals. Answer: the Taj Mahal, Agra Fort and Red Fort. Next question, the new language formed by the fusion of Persian and Hindi languages. Answer: Urdu. Who founded the Vijayanagara kingdom? Answer: the Vijayanagara was founded in 1336 CE by the brothers Harihara and Bukka. Next, who was the famous ruler of the Vijayanagara kingdom? Krishnadeva Raya. Write a note about the Vijayanagara kingdom. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചൊരു കുറിപ്പെഴുതാനാണ്. The Vijayanagara was founded in 1336 by the brothers Harihara and Bukka. Krishnadeva Raya was the most famous ruler of the powerful and wealthy kingdom of Vijayanagara. Vijayanagara, city of victory, was the name of both a city and a kingdom. The reign of Krishnadeva Raya was a period of imperial expansion and development of the empire. A lot of construction works were carried out during his reign. Apart from constructing more facilities in the capital city of Hampi, he also built new forts, palaces and temples. Who authored the works Amukta Malyada and Jambavati Kalyana? Answer: Krishnadeva Raya. List out the present day Indian states included in the city of Vijayanagara from the above map. മുകളിൽ കൊടുത്തിട്ടുള്ള മാപ്പിൽ നിന്ന് വിജയനഗരത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഏതൊക്കെയാണത്? കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. Prepare a note by comparing the religious policies of Akbar and Krishnadevaraya. അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതനയങ്ങൾ കമ്പയർ ചെയ്തിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. All religions were treated equally by Akbar and Krishnadevaraya. The people of different religions were allowed to follow their belief freely.
Both rulers have religious tolerance. During their period, people got equal justice and equal consideration, respect for diversity. Compare and list the Mansabdari Amaranayaka practices. മാൻസബ്ദാരിയും അമരനായക സമ്പ്രദായത്തെക്കുറിച്ച് കമ്പയർ ചെയ്ത് ലിസ്റ്റ് തയ്യാറാക്കാനും ഒരു കുറിപ്പ് തയ്യാറാക്കാനും. ആദ്യം മാൻസബ്ദാരി സിസ്റ്റം. മാൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ. Each officer had a regiment under him. The title Mansab refers to the number of cavalry each officer is required to maintain. The rank of the Mansab was determined by the number of soldiers to be maintained. This system was implemented as an alternative to maintain army paying directly from the state exchequer. Mansabdar were allotted land according to their ranks. The Mansabdar maintained his army by collecting tax from land allotted to them. Amaranayaga system. The military commanders were known as Amaranayagas. The kings allotted lands known as Amara to them. The administration of Amara was carried out by Amaranayagas. Amaranayagas had the right to collect taxes from these areas. The Amaranayagas paid a fixed amount to the king. They also maintained a certain number of foot soldiers, infantry, horses, and elephants. Next question. The scholars adorned the court of Krishna Devaraya known as Dash, Ashtadigajas. Write a note on the Vijayanagara administrative system. വിജയനഗര ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. For administrative convenience, the country was divided into mandalam, provinces, Nadu, districts, Sthala, sub-districts, and Grama, village. There was cabinet to help the king. The king had the power of demote and punish ministers. There were courts at various levels for the administration of justice. The appellate authority was the king himself. Minor offences and labor disputes were dealt with by the village courts themselves. Nayagas and Amaranayagas played an important role in the administration of Vijayanagara. Write a short note on the economic condition of Vijayanagar kingdom. വിജയനഗര നഗരത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു ചെറിയൊരു നോട്ട് തയ്യാറാക്കാനാണ്. Vijayanagara society consisted of various castes and religions. Brahmins were the dominant group in the society. They were entitled to the revenue from the land allotted to the temples. Other sections of the society were mainly engaged in agriculture, trade and handicrafts. Kings employed women to prepare accounts of the royal palace and decorate gardens. Polygamy, sati, and child marriage prevailed in society. Who were the prominent rulers of the Vijayanagara empire? വിജയനഗരത്തിലെ രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു? താഴെ കിങ്സ് ആൻഡ് ഡൈനസ്റ്റി, രാജാക്കന്മാർ, രാജവംശം, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിച്ചെഴുതാം. രാജാക്കന്മാർ ഹരിഹര ബുക്ക, ഏതായിരുന്നു? സംഗമ ഡൈനസ്റ്റി. നരസിംഹ സാലുവ ഡൈനസ്റ്റി. വീരനരസിംഹ കൃഷ്ണദേവരാജ തുളുവ ഡൈനസ്റ്റി. തിരുമല വെങ്കിട്ട ഒന്നാമൻ അരവിഡു ഡൈനസ്റ്റി. Complete the table by comparing the common features of the Mughal and Vijayanagara administrative system. മുഗൾ വിജയനഗര ഭരണസമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ, ഒരു കോമൺ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷൻ, വിജയനഗര അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന പട്ടികയിൽ കൊടുത്തുള്ള പോലെ തന്നെ എഴുതി ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങൾ. അപ്പം ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പം എക്സാമൊക്കെ വരാനായിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. പാഠപുസ്തകം നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.